Welcome back to our class, Unit 1, Fundamentals of Data Warehouse. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ വെയർഹൗസിന്റെ ഫണ്ടമെന്റൽസിന്റെ പാർട്ട് 1 ആണ് നോക്കിയത്. പാർട്ട് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അത്യാവശ്യം വലിയ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ 2 ഭാഗമാക്കി തിരിച്ചിരുന്നു. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് എന്ന് ജസ്റ്റ് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ഡാറ്റ വെയർഹൗസ് എന്താണെന്ന് പറഞ്ഞു. ഡാറ്റ വെയർഹൗസ് എന്തായിരുന്നു? ഒരു സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള നോൺ വോളറ്റൈൽ ആയിട്ട് ഇന്റഗ്രേറ്റഡ് ടൈം വാരിയന്റ് കളക്ഷൻ ഓഫ് ഡാറ്റ. അതിനെയാണ് നമ്മൾ ഡാറ്റ വെയർഹൗസ് എന്താന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു ഡാറ്റ വെയർഹൗസിന്റെ നീഡ് എന്താണ്. അതായത് പെട്ടെന്ന് നമുക്ക് ഡാറ്റനെ ആക്സസ് ചെയ്യാനും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഡാറ്റനെ ഇംപ്രവൈസ് ചെയ്ത് റിപ്പോർട്ട് മേക്കിങ്ങിനും പിന്നെ റെസ്പോൺസ് ടൈം കുറയ്ക്കാന് പിന്നെ ഫ്യൂച്ചർ ഡിസിഷൻസ് പ്രോപ്പർ ആയ രീതിയിൽ പെട്ടെന്ന് ചെയ്യാന് ബിസിനസ് ഇംപ്രവൈസേഷന് ഇതൊക്കെയായിരുന്നു ഡാറ്റ വെയർഹൗസിന്റെ നീഡ്. പിന്നെ നമ്മൾ പറഞ്ഞു ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നും, അതായത് എന്താണ് സബ്ജക്ട് ഓറിയന്റഡ്, എന്താണ് ടൈം വാരിയന്റ്, എന്താണ് നോൺ വോളറ്റൈൽ, ഇന്റഗ്രേറ്റഡ്, ഓരോന്നും എന്താണെന്ന് നമ്മൾ സ്പെസിഫിക്കലി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഈ ഡാറ്റ വെയർഹൗസിന്റെ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് വരുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. അതായത് നമ്മൾ ഒരു ലോഡ് മാനേജർ ഉണ്ട്, പിന്നെ ഒരു സെൻട്രൽ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ മാനേജർ ഉണ്ട്, മാനേജർ ഡാറ്റാബേസ് എന്ന് പറയും, പിന്നെ ഒരു ക്വറി മാനേജർ ഉണ്ട്. അപ്പോൾ ഈ ലോഡ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ ആ നെയിമിൽ തന്നെയുണ്ട്. ആവശ്യമായിട്ടുള്ള ഡാറ്റ മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ലോഡ് ചെയ്യാം. സെൻട്രൽ മാനേജർ എന്ന് പറയുമ്പോൾ അതിലാണ് കംപ്ലീറ്റ് ഡാറ്റാബേസും ഡാറ്റകളും അതിലാണ് ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ക്വറി മാനേജർ. ക്വറി മാനേജർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് യൂസേഴ്സ്, അതായത് നമ്മൾ പുറത്തിരുന്ന് യൂസ് ചെയ്യുന്ന ഡാറ്റ വെയർഹൗസ് യൂസ് ചെയ്യുന്ന, അതായത് ഉള്ളില് ഡാറ്റ വെയർഹൗസിങ്ങിന്റെ ഫംഗ്ഷനാലിറ്റീസിലോട്ട് അധികം കടക്കാത്ത യൂസേഴ്സിനെയാണ് നമ്മൾ എൻഡ് യൂസർ എന്ന് പറയുക. അപ്പൊ കുറച്ച് എൻഡ് യൂസർ ടൂൾസ് ഉപയോഗിച്ച് ഡാറ്റാബേസിലുള്ള ഡാറ്റനെ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. എൻഡ് യൂസേഴ്സിന് ആ ഡാറ്റ പ്രൊവൈഡ് ചെയ്യാം സെർട്ടൻ ടൂൾസ് ഉപയോഗിച്ചിട്ട്. ആ ടൂൾസിന് പറയുന്ന പേരാണ് എൻഡ് യൂസർ ടൂൾസ്. ആ ടൂൾസ് ഏതൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻസ്, അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡ് യൂസർ ആക്സസ് ടൂൾസ് ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത്. ചിലപ്പോൾ എക്സാമ്പിൾസ് ചോദിക്കും, എൻഡ് യൂസർ ടൂൾസ് ഏതൊക്കെ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആരാ യൂസ് ചെയ്യുന്നത്, ആര് മുഖേനയാണ് യൂസ് ചെയ്യുന്നത്? ത്രൂ ക്വറി മാനേജർ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇത്. ഓക്കെ, സോ എൻഡ് യൂസർ ടൂൾസിനെ പല തരത്തിലുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വറി ടൈപ്പ് ടൂൾസ്, അതായത് ക്വറി ടൂൾസ് എന്ന് പറയും. റിപ്പോർട്ടിംഗ് ടൂൾസ് ഉണ്ട്, അതായത് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പൊ റിപ്പോർട്ടിംഗ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഡാറ്റനെ നമുക്ക് ഡാറ്റ വെയർഹൗസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലീനിങ്ങും എക്സ്ട്രാക്ഷനും ട്രാൻസ്ഫോർമേഷനും ലോഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഡാറ്റ അതിൽ ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് റിപ്പോർട്ട് രൂപത്തിലാക്കണമെങ്കിൽ കുറച്ച് ടൂൾസ് ആവശ്യമാണ്. അതിനെ നമ്മൾ ബിസിനസ് ഇന്റലിജൻസ് ടൂൾസ് എന്ന് വിളിക്കും. അതായത് എക്സാമ്പിൾ പവർ BI, ടാബ്ലോ, അങ്ങനെയുള്ള ബിഗ് ക്വറി, അങ്ങനെയുള്ള കുറച്ച് ടൂൾസുകൾ ഉണ്ട്. ഈ ടൂൾസ് യൂസ് ചെയ്തിട്ട് എൻഡ് യൂസേഴ്സിനാണ് ഇതൊരു റിപ്പോർട്ട് ഫോർമാറ്റിലാക്കി കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ റിപ്പോർട്ടിംഗ് ഡാറ്റ ടൂൾസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൂൾസ് ക്വറി ടൂൾസ്. ക്വറി ടൂൾസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ MySQL, SQL സെർവർ, ഡാറ്റാബേസിൽ നിന്നും ഡാറ്റനെ ക്വറി ചെയ്തെടുക്കാൻ യൂസ് ചെയ്യുന്ന ഡാറ്റ. പിന്നെ പല മോഡേൺ ടൂൾസുകൾ കുറെ നമുക്ക് കാണാം. ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടൂൾസുകൾ ഉണ്ട്. പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന MySQL വർക്ക് ബെഞ്ച്, മൈക്രോസോഫ്റ്റിന്റെ SQL സെർവേഴ്സ്. ഓക്കെ, അതെന്താ ക്വറി യൂസ് ചെയ്തിട്ട് ഡാറ്റനെ ആക്സസ് ചെയ്യാം. പിന്നെ വരുന്ന ഒരു കാറ്റഗറി ഓഫ് എൻഡ് യൂസർ ടൂൾസ് ആണ് ഡാറ്റ ഡിപ്പേഴ്സ് എന്ന് പറയും. അത് ആ വാക്കിൽ നിന്ന് തന്നെ ഉണ്ട്. ഡാറ്റനെ ഡിപ്പ് ചെയ്തെടുക്കുക, കുഴിച്ചെടുക്കുക, ഡിപ്പിംഗ് അങ്ങനെ എടുക്കുക. അപ്പൊ ഡാറ്റ ഡിപ്പിംഗ് എന്ന് പറയുമ്പോൾ അതും ബിസിനസ് ടൈപ്പ് ടൂൾസ് തന്നെയാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട്സും ക്വറീസിനും ഒക്കെ കിട്ടാൻ വേണ്ടി സഹായിക്കും. എങ്ങനെ? ഒരു ലാർജ് ഡാറ്റാബേസിൽ നിന്ന് ഇതേപോലത്തെ ഫംഗ്ഷനെ, പക്ഷെ പല ടൈപ്പ് കാറ്റഗറി ടൂൾസ് ആണെന്ന് മാത്രം. പിന്നെ ടൂൾസ് ഫോർ EIS. EIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയും. അതായത് EIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു മാനേജ്മെന്റ് സിസ്റ്റം ആണ്.
മാനേജ്മെന്റ് സിസ്റ്റത്തില് ബിസിനസ് എക്സിക്യൂട്ടീവ്സിന് ഇന്റേണൽ എക്സ്റ്റേണൽ ഡാറ്റാസ് സർട്ടൻ ടൂൾസ് ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് ജസ്റ്റ് അതിലുണ്ട് ബിസിനസ് എക്സിക്യൂട്ടീവ്സിന് ഇൻഫർമേഷൻ ത്രൂ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും ആക്സസ് ചെയ്യും. അപ്പൊ അതിന് കുറച്ച് ടൂൾസുകൾ യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ റോൾ സ്റ്റാക്ക്, ദെൻ LIBEIS എന്ന് പറയും. LIBEIS അതെന്ന് പറയുന്നത് നമ്മള് വീഡിയോ ഓഡിയോ ബേസ്ഡ് ആയിട്ട് ഡാറ്റനെ എടുക്കുന്നതിനാണ് നമ്മൾ LIBES. റോൾ സ്റ്റാക്കും അതുപോലെ തന്നെ ഡാറ്റനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അതിൽ നിന്ന് എടുക്കുന്നതാണ് റോൾ സ്റ്റാക്ക്. എക്സാമ്പിൾസ് ആണ് അത്. സോ എന്താണ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മാനേജ്മെന്റ് സപ്പോർട്ട് സിസ്റ്റം ആണ്. അതിന് ഡാറ്റ വെയർഹൗസിൽ നിന്നുള്ള ഡാറ്റനെ പലതരത്തിൽ ബിസിനസ് എക്സിക്യൂട്ടീവ്സിന് ഡിപ്ലോയ് ചെയ്യാൻ, ഡിപ്ലോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് നമ്മൾ ഈ റോൾ സ്റ്റാക്കും LIBEIS ഒക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് OLAP ടൂൾസ്. OLAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ അനാലിറ്റിക്കൽ പ്രോസസ്സിംഗ്. അതിന് കുറച്ച് ടൂൾസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണെന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. സോ OLAP ടൂൾസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് ഡ്രിൽ ഡൗൺ, റോൾ അപ്പ്, സ്ലൈസ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് OLAP ടൂൾസ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ മൈനിങ്ങിന് വേണ്ടി കുറച്ച് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഓറഞ്ച് എന്ന് പറയുന്നത് ഡാറ്റ മൈനിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ദെൻ ഒറാക്കിൾ ഡാറ്റ മൈനിങ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എൻഡ് യൂസർ ആക്സസ് ടൂൾസ് വരുന്നത്. അതായത് റിപ്പോർട്ടിംഗ് ഡാറ്റ, ക്വറി ടൂൾസ്, ദെൻ ഡാറ്റ ഡിപ്പേഴ്സ്, ടൂൾസ് ഫോർ EIS, ടൂൾസ് ഫോർ OLAP ആൻഡ് ടൂൾസ് ഫോർ ഡാറ്റ മൈനിങ്. I hope this is clear. ഇനി എന്താണ് OLTPയും OLAPയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എക്സാംസിനൊക്കെ വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. OLTP എന്താ, ഡിഫറൻസ് എന്താ, OLAPയിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടൂൾസ് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. OLTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ ഫുൾ ഫോം ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്, T ഫോർ ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഡാറ്റാബേസിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു ബാങ്കിൽ പോവുകയാണെങ്കിൽ നമ്മളൊരു 100 റുപ്പീസ് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലോട്ട് അയച്ചു, അതൊരു ട്രാൻസാക്ഷൻ ആണ്. അത് അയക്കുന്നതിനൊപ്പം തന്നെ ബാങ്കിലുള്ള ഡാറ്റാബേസിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിറ്റേ ദിവസം അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ട്രാൻസാക്ഷൻ ഒരു ബാങ്കിൽ ഒരു ദിവസം നടക്കുന്നുണ്ടായിരിക്കും. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ നടക്കണം. പക്ഷെ ഇത് എല്ലാതും, അതായത് ഡെയിലി നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുന്നത് അവരുടെ ഡാറ്റാബേസിൽ ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റീഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അതിൽ റൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, പിന്നെ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ ടൈപ്പ് പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറയാം. അതൊരിക്കലും ഡാറ്റ വെയർഹൗസിലോട്ട് നമ്മൾ കൊണ്ടുവരില്ല. കാരണം എന്താ, ഫ്രീക്വന്റ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ എപ്പോഴും ഡാറ്റാബേസ് ഡാറ്റ വെയർഹൗസിലല്ല വെക്കുക, കൺവെൻഷണൽ ട്രഡീഷണൽ ട്രാൻസാക്ഷണൽ ഡാറ്റാബേസിലാണ് നമ്മൾ കീപ്പ് ചെയ്യുക. അപ്പോൾ OLTPയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡാറ്റാബേസിൽ വരുന്ന ട്രാൻസാക്ഷൻ ഡാറ്റ ഏതൊക്കെയാണ് എന്നുള്ളത് ക്യാപ്ചർ ചെയ്യും, സ്റ്റോർ ചെയ്യും, അതിനെ പ്രോസസ് ചെയ്തിട്ട് ആ ഡാറ്റാബേസിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റെക്കോർഡ്സ് എല്ലാം അതിൽ പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരിക്കും. ഡാറ്റ വെയർഹൗസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള റെക്കോർഡ്സ്, ഓൺലി നീഡഡ് റെക്കോർഡ്സ് നമ്മൾ ഈ ഡാറ്റാബേസിൽ നിന്നാണ് എടുക്കുക. ഇതിൽ മെയിൻ ആയിട്ട് ഇത് ഫാസ്റ്റ് ആണ്. കാരണം എന്താ, അപ്ഡേഷൻ ഫ്രീക്വന്റ്ലി നടക്കുന്നത് കൊണ്ട് OLTP എന്ന് പറയുന്നത് ഫാസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, OLTP ഡാറ്റാബേസസ് ആർ റീഡ്, റിട്ടൺ ആൻഡ് അപ്ഡേറ്റഡ് ഫ്രീക്വന്റ്ലി. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിങ് ആക്ടിവിറ്റി, ക്രെഡിറ്റ് കാർഡ് ആക്ടിവിറ്റി, ദെൻ സ്കാനിങ്. നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ സ്കാൻ ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അതെല്ലാം അവരുടെ ഡാറ്റാബേസിൽ സെക്കൻഡ് ബൈ സെക്കൻഡ് ആണ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അത്രയാണ് നിങ്ങൾ OLTPനെ കുറിച്ച് അറിയേണ്ടത്. ഇനി OLAP, അതായത് ഓൺലൈൻ അനാലിറ്റിക്കൽ പ്രോസസ്സിംഗ്. അത് ആ പേരിൽ തന്നെ ഉണ്ട്, അനാലിസിസ് ആണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. അതായത് ട്രാൻസാക്ഷൻ ഇമ്പോർട്ടൻസ് ഇല്ല, അനാലിസിസ് ആണ്. ഇതാണ് നമുക്ക് ഡാറ്റ വെയർഹൗസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി നമ്മുടെ ട്രാൻസാക്ഷണൽ ഡാറ്റാബേസിൽ സംഭവങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. അതിൽ നിന്നും കോംപ്ലക്സ് ക്വറീസ് ഉപയോഗിച്ച് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റനെ OLTPയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഡാറ്റ വെയർഹൗസിലോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ അത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് പ്രോസസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ ഡാറ്റ എടുത്ത് ഇതിലോട്ട് കൊണ്ടുവരില്ല.
അപ്പോ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വറീസ് അപ്ലൈ ചെയ്ത് എന്തിലോട്ട് ലാർജ് എമൗണ്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആയിരിക്കും, അതായത് കൊല്ലങ്ങളോളായിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 5 വർഷത്തെ കണക്കെടുക്കുകയാണ്. ആ 5 വർഷത്തെ മൊത്തം കൊറി ഡാറ്റയിലോട്ട് നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കൊറി കൊടുത്തിട്ട് അതിൽ നിന്ന് ആവശ്യമായിട്ട് ഡാറ്റ മൈനിങ്ങിനും ഡാറ്റ അനലിറ്റിക്സിനും ബിസിനസ് ഇന്റലിജൻസിനും ഒക്കെ ആവശ്യമായിട്ടുള്ളത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുക. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റെസ്പോൺസ് ടൈമിനാണ്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്തിനാണ്? ആ മോർ എംഫസിസ് വാസ് പ്രൊവൈഡിങ് ഓൺ എന്തിനായിരുന്നു? നമ്മുടെ ട്രാൻസാക്ഷണൽ ഇതില് ഫാസ്റ്റ് പ്രോസസ്സിങ്ങിലായിരുന്നു മോർ എംഫസിസ്. ഇത് സ്ലോ ആയിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ റെസ്പോൺസ് ടൈമിനാണ് കൂടുതലായിട്ട് നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കോംപ്ലക്സ് സ്റ്റോറീസ് ആകുമ്പോൾ അതിൽ നിന്ന് ഡാറ്റനെ കിട്ടാൻ കുറച്ച് സമയം എടുക്കും, പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിരിക്കും. പിന്നെ എപ്പോഴെപ്പോഴും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഓരോ കൊറിയിലും ഈ കോംപ്ലക്സ് കൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓരോ കൊറിയിലും തന്നെ 1, 2, 3 അതിൽ കൂടുതൽ ഡാറ്റ ഫീൽഡുകൾ ഉണ്ടായിരിക്കും പല റോസിൽ നിന്നും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കോംപ്ലക്സ് ആണ്. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തില് ഒരു മാർക്കറ്റില് ഒരു പ്രൊഡക്റ്റിന്റെ ട്രെൻഡ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. അതായത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ടേബിൾ എടുക്കണം, ഈ വർഷത്തെ ടേബിൾ എടുക്കണം. രണ്ടിൽ നിന്നും ആയിട്ട് നമുക്ക് ഡാറ്റിനെ കോംപ്ലക്സ് കൊറീസ്, അതായത് കൊറീസ് യൂസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എങ്ങനെയാണ് അതിന്റെ ട്രെൻഡ് പോകുന്നതെന്ന് കിട്ടുള്ളൂ. അപ്പൊ OLAP എന്ന് പറയുന്നത് ഇൻഫോർമേഷണൽ ആണ്. ഇൻഫോർമേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫോർമേഷൻ ആണ് കിട്ടുന്നത്. പക്ഷെ OLTP അത് ഓപ്പറേഷണൽ ആണ്. ഓപ്പറേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നടക്കുന്ന ഓരോ സെക്കൻഡിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ആണ് അതിലുണ്ടാവുക. പക്ഷെ ഈ ഓപ്പറേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഹിസ്റ്റോറിക്കൽ ഡാറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു കോംപ്ലക്സ് ക്വറി എഴുതിച്ച് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നതിനെയാണ് നമ്മൾ OLAP അഥവാ ഓൺലൈൻ അനാലിറ്റിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് രണ്ടും തമ്മിൽ. ഇനി നമുക്കൊരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിലുണ്ട് OLAPയും OLTPയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. OLTPയിൽ കുറെ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ OLAPയിലോ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വറി യൂസ് ചെയ്തിട്ട് ലാർജ് വോളിയം ഓഫ് ഡാറ്റ ആയിരിക്കും ഉണ്ടായിരിക്കുക. മറ്റേതിൽ ചെറിയ ചെറിയ ഡാറ്റ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ കോംപ്ലക്സ് ക്വറീസ് ആയിരിക്കും OLAPയിൽ യൂസ് ചെയ്യുക. പക്ഷെ OLTPയിൽ ചെറിയ ചെറിയ ക്വറീസ്, സിമ്പിൾ സ്റ്റാൻഡർഡൈസ്ഡ് ക്വറീസ് ആണ് യൂസ് ചെയ്യുക. അതായത് ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഇൻസേർട്ട് സ്റ്റേറ്റ്മെന്റ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ്, ഓക്കെ. പക്ഷെ നേരെ മറിച്ച് നമ്മൾ OLAPയിൽ യൂസ് ചെയ്യുന്നത് സെലക്ട് കമാൻഡ്സ് ആണ്. സെലക്ട് കമാൻഡ്സ് യൂസ് ചെയ്താലാണ് നമുക്ക് ഡാറ്റനെ അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അഗ്രിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു ടേബിളിൽ നിന്ന് കുറച്ച് ഡാറ്റ വേണം, മറ്റേ ടേബിളിൽ നിന്ന് കുറച്ച് ഡാറ്റ വേണം. ഇതിനെ രണ്ടിനും കൂടി നമുക്ക് അഗ്രിഗേറ്റ് ചെയ്ത് കിട്ടുക കഴിഞ്ഞാൽ അതിന് നമ്മൾ സെലക്ട് സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുക. കുറി നിങ്ങൾ SQL പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോ അങ്ങനത്തെ ടൈപ്പ് കമാൻഡ്സ് ആണ് നമ്മൾ OLAPയിൽ യൂസ് ചെയ്യാം. ഇനി റെസ്പോൺസ് ടൈം നമ്മൾ പറഞ്ഞു കൂടുതൽ OLAPയിലാണ് റെസ്പോൺസ് ടൈം വരുന്നത്. മോർ എംഫസിസ് ഇസ് ഓൺ OLAP. ഇൻ OLAP ഇറ്റ് ഇസ് ഫോർ റെസ്പോൺസ് ടൈം. അതായത് സെക്കൻഡ്സ്, മിനിറ്റ്സ്, അവേഴ്സ് ഒക്കെ എടുക്കും ചിലപ്പോൾ ഡാറ്റയുടെ വോളിയം അനുസരിച്ചിട്ട്. പക്ഷെ ട്രാൻസാക്ഷണൽ ഡാറ്റാബേസിൽ നമുക്ക് OLTPയിൽ നമുക്ക് വിത്തിൻ മില്ലി സെക്കൻഡ്സ് നമുക്ക് റെസ്പോൺസ് ടൈം അത്രേ വരുന്നുള്ളൂ. ഡാറ്റ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി ഡിസൈൻ, OLTPന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് റീറ്റെയിൽ ആണെങ്കിൽ അങ്ങനെ ഒരു ഡാറ്റാബേസ്, മാനുഫാക്ചറിങ് ആണെങ്കിൽ അങ്ങനെ, ബാങ്കിങ് ആണെങ്കിൽ അങ്ങനെ, ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടാണ് OLTPയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ OLAP ആണെങ്കിലോ സബ്ജക്ട് സ്പെസിഫിക് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ബാങ്കിങ്ങിൽ തന്നെ സെയിൽസ് ഉണ്ടായിരിക്കും, പിന്നെ ഇൻവെന്ററി, മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഓരോരോ കാറ്റഗറി വൈസ് സ്പെസിഫിക് സബ്ജക്റ്റിന് സ്പെസിഫിക് ആയിട്ടായിരിക്കും നമ്മൾ OLAPയിൽ ചെയ്യും. പിന്നെ മെയിൻ ആയിട്ട് OLTPയിൽ ട്രാൻസാക്ഷൻസ് ആണ്. OLAPയിലാണെങ്കിൽ അഗ്രിഗേറ്റഡ് ഡാറ്റ ഫ്രം ദീസ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, പിന്നെ നമുക്ക് അതായത് ഒരു ഡെയിലി അപ്ഡേഷൻസ് നടക്കും. ഷോർട്ട് ആൻഡ് ഫാസ്റ്റ് ഡെയിലി അപ്ഡേഷൻസ് ഏതിൽ? OLTPയിൽ. OLAPയിലാണെങ്കിൽ നമുക്ക് പീരിയോഡിക്കലി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ മാത്രം റിഫ്രഷ് ചെയ്താൽ മതി ഡാറ്റന്. കാരണം എപ്പോഴും ചേഞ്ച് വരുന്നില്ല, കുറെ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യണം. പിന്നെ OLTP ചെറുതായിരിക്കും, ജനറലി സ്മോൾ ആയിരിക്കും. പക്ഷെ OLAP എന്താണ്? വലിയ വലിയ ഡാറ്റ സെറ്റ്സ് ഉള്ളത് കൊണ്ട് ലാർജ് ആയിരിക്കും. പിന്നെ OLTPയിൽ റെഗുലർ ആയിട്ട് ബാക്കപ്പ് ആവശ്യമാണ്. കാരണം എന്താ? ഡെയിലി അപ്ഡേഷൻസ് വരുന്നത് കൊണ്ട് നമ്മൾ ബാക്കപ്പ് ചെയ്യണം.
Whereas OLAP, lost data can be reloaded from OLAP database as needed. സോ റെഗുലർ ബാക്കപ്പ് ഇല്ലെങ്കിലും നഷ്ടപ്പെട്ട ഡാറ്റനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ OLTP ഡാറ്റാബേസിൽ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോ ബേസ്ഡ് ഓൺ സർട്ടൺ ഫീൽഡ് വി ആർ ടെല്ലിംഗ് ദ ഡിഫറൻസ്. അപ്പോ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇങ്ങനെ, ക്വറി ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് എക്സാംസിന് ചോദിക്കുമ്പോൾ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതി പോവാം. ഈ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ എഴുതണം എന്നില്ല. ഇനിയും പ്രൊഡക്ടിവിറ്റി, ഏതിനായിരിക്കും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കുക? OLTP ആയിരിക്കും. കാരണം എന്താ, എൻഡ് യൂസേഴ്സിന് പെട്ടെന്ന് ഡാറ്റ കിട്ടും. പക്ഷെ മറ്റേതാണെങ്കിലും പ്രൊഡക്ടിവിറ്റി ഉണ്ട്. പക്ഷെ അത് ഡാറ്റ അനലിസ്റ്റുകൾക്ക്, ബിസിനസ് എക്സിക്യൂട്ടീവ്സിന്, ബിസിനസ് മാനേജേഴ്സിന്, ഇവർക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് എഫക്റ്റീവ് ആകുക. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ബാങ്കിലുള്ള ഒരു സ്റ്റാഫ്, അവർക്ക് ഒരു ഡാറ്റാബേസുമായിട്ട് കാര്യമായിട്ട് ബന്ധമില്ല. പക്ഷെ അവർക്ക് ഇന്ന് ഒരു 11 മണിക്ക് നടന്ന ഒരു ട്രാൻസാക്ഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ അവർക്ക് OLTP ആയിരിക്കും യൂസ്ഫുൾ ആവുക. പക്ഷെ ഒരു ഡാറ്റ അനലിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഡാറ്റ അനലിസ്റ്റിന് ഒരു 2 വർഷത്തെ ഡാറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് കിട്ടണമെങ്കിൽ അവർക്ക് OLAP ആണ് യൂസ് ആവുക. അങ്ങനെയാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. പിന്നെ ഡാറ്റ വ്യൂ എന്ന് പറയുന്നത് OLTPയിൽ ഡേ ടു ഡേ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. വെറാസ് ഇൻ OLAP വി ആർ യൂസിങ് മൾട്ടി ഡയമെൻഷണൽ വ്യൂ. പലതരത്തിലുള്ള വ്യൂ എടുത്തിട്ടാണ് നമ്മൾ ഡാറ്റിനെ OLAP ചെയ്യുന്നത്, അതായത് അനാലിസ് ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ കണ്ടോ, ക്ലർക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞു ബാങ്കിൽ ഒരു ക്ലർക്ക്, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക്, അവർക്കൊക്കെ OLTP ആണ് യൂസ്ഫുൾ ആവുക. പക്ഷെ OLAP എന്ന് പറയുമ്പോൾ ഡാറ്റ അനലിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്, എക്സിക്യൂട്ടീവ്സ്, ഇവർക്കൊക്കെയാണ് OLAP കൂടുതൽ യൂസ്ഫുൾ ആവുക. ഇനി ഡാറ്റാബേസ് ഡിസൈൻ, OLTPയിൽ നോർമലൈസ്ഡ് ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യുക. നോർമലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാബേസിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതായത് OLTPയിൽ നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കുക, കുറെ ഡാറ്റാസ് വരുമ്പോൾ സെയിം ഡാറ്റ തന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനും, ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്ത ഡാറ്റ പിന്നീട് അപ്ഡേഷൻ നടക്കുമ്പോൾ ലോസ്റ്റ് ആയി പോവാതിരിക്കാനും, പിന്നെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് ഒറ്റ പ്രാവശ്യം നടന്നു എന്നുള്ളത് ഉറപ്പുവരുത്താനും, എന്തെങ്കിലും ഒരു ഡാറ്റ നമ്മൾ സേവ് ചെയ്ത് അതിനെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താനും, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് ആയിരിക്കും ഒന്നും കൂടെ എഫക്റ്റീവ് ആവുക. കാരണം അത് അങ്ങനെയാണ്, നോർമലൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് ആയിരിക്കും OLTPയിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ OLAPയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീനോർമലൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റാബേസ്. അപ്പൊ ഇത്രയാണ് OLTPയും OLAPയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡാറ്റ ഗ്രാനുലാരിറ്റി എന്ന് പറയും. ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. ഗ്രാന്യൂൾസ്, ഇപ്പോൾ മെഡിസിൻസ് ഒക്കെ ഗ്രാന്യൂൾസ് ആയിട്ട് അവൈലബിൾ ആണ്. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ തരിതരികളായിട്ട് അവൈലബിൾ ആയിരിക്കും. അതിന്റെ അർത്ഥം ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ ഗ്രാനുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാറ്റയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അത് ദ ലെവൽ ഓഫ് ഡീറ്റെയിലിംഗ് ഓഫ് ദ ഡാറ്റ. അതായത് ഗ്രാനുലാരിറ്റി റെഫേഴ്സ് ടു ദ ഡീറ്റെയിൽ ലെവൽ ഓഫ് ദ ഡാറ്റ. അതായത് ഡാറ്റന് ഡീറ്റെയിൽ ആയിട്ട് ആണോ അവൈലബിൾ ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ ഡാറ്റ ഈസ് അവൈലബിൾ വിത്ത് സ്മോൾ ഡീറ്റെയിൽ, ഫൈൻ ഡീറ്റെയിൽ, അതായത് അതിനെയാണ് നമ്മൾ ഡാറ്റ ഗ്രാനുലാരിറ്റി എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡാറ്റ വെയർ ഹൗസ് അല്ലെങ്കിൽ ഡാറ്റ ഗ്രാനുലാരിറ്റി എന്താണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരാഴ്ചത്തെ ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടി കൊടുക്കുന്ന ഗ്രാനുലാരിറ്റി ലെവൽ കുറേ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രാനുലാരിറ്റി നമ്മൾ കുറവ് എന്നാണ് പറയുക. ഓക്കെ, അതായത് ഇപ്പോ ഗ്രേറ്റർ ഡീറ്റെയിൽ ഓഫ് ദ ഡാറ്റ, ദറ്റ് മീൻസ് ലെസ് സമ്മറി വെൻ യു സ്പീക്ക് ഓഫ് ലെസ് ഗ്രാനുലാരിറ്റി ഓർ ഫൈൻ ഗ്രാനുലാരിറ്റി. അതായത് ഗ്രാനുലാരിറ്റി എപ്പോഴാണ് കുറവ് എന്ന് പറയുന്നത്, ഡാറ്റന് അവൈലബിൾ ആയിട്ട് കുറേ ഫീൽഡുകൾ ഗ്രേറ്റർ ആയിട്ട് വലിയ വലിയ ഫീൽഡ്സും അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലെസ്സർ ഗ്രാനുലാരിറ്റി അല്ലെങ്കിൽ ഫൈൻ ഗ്രാനുലാരിറ്റി എന്നാണ് പറയുക. നേരെ മറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ, അതായത് കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു കണക്ക് കൊടുക്കുകയെന്ന് വിചാരിക്കാം, അതും ഒരു സമ്മറൈസ് ചെയ്യാത്ത കംപ്ലീറ്റ് കാര്യങ്ങളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഏതായിരിക്കും ഈ ഒരു അക്കൗണ്ടന്റിന് എളുപ്പമാവുക? സമ്മറൈസ്ഡ് ഡാറ്റ ആയിരിക്കും. അപ്പോ സമ്മറൈസ്ഡ് ഡാറ്റയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രാനുലാരിറ്റി ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ,
So greater granularity means fewer details or greater summarization. Whereas lesser granularity means greater detail of the data. That means less summarized. അതാണ് ഡിഫറൻസ്. കൺഫ്യൂസിങ് ആവരുത്. ആ ടേമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അതിന്റെ ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ ഡാറ്റയിൽ കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് അതിന്റെ സൈസ് ചെറുത് എന്നാണ് അർത്ഥം. ഫൈനർ ദ സൈസ് ഓഫ് ദ ഡാറ്റ. ഓക്കെ, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇയേഴ്സിനെ ബേസ് ചെയ്തിട്ട്, മന്തിനെ ബേസ് ചെയ്തിട്ട്, വീക്കിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുമ്പോൾ ഡാറ്റ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും അതിന്റെ ഗ്രാനുലാരിറ്റി ലെവൽ തീരുമാനിക്കാം. ഓക്കെ, സോ അതാണ് ഡാറ്റ ഗ്രാനുലാരിറ്റി. ഇനി ഇതൊക്കെ ഷോർട്ട് നോട്ട്സ് ചോദിക്കാറുണ്ട് കേട്ടോ. മെറ്റാ ഡാറ്റ എന്താ, ഗ്രാനുലാരിറ്റി എന്താന്നൊക്കെ. സോ മെറ്റാ ഡാറ്റ ആൻഡ് ഡാറ്റ വെയർ ഹൗസിംഗ്. എന്താണ് മെറ്റാ ഡാറ്റ? മെറ്റാ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡാറ്റ വെയർ ഹൗസിന്റെ സ്ട്രക്ചർ, അതിന്റെ കണ്ടന്റ്, അതില് ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതാണ് മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത്. സ്ട്രക്ചർ, കണ്ടന്റ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡാറ്റ ഇൻ എ ഡാറ്റ വെയർ ഹൗസ്. ഇപ്പൊ നമുക്ക് ഒരു ടേബിൾ ആവുമ്പോൾ ഡാറ്റ ടൈപ്പ് ഉണ്ടായിരിക്കും, ഇന്റീജർ, ഫ്ലോട്ട്, ദെൻ ക്യാരക്ടർ, അങ്ങനെ ഡാറ്റ ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഡേറ്റ് ഇപ്പൊ നമ്മള് ഇയർ, മന്ത്, ഡേറ്റ്, ഡേ, ചിലപ്പോ ഡേ, മന്ത്, ഇയർ, അങ്ങനെയൊക്കെ പല ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ഇനി ഡാറ്റ ഓണർഷിപ്പ്, അതായത് ഇപ്പോ ആർക്കൊക്കെയാണ് ഒരു ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റുക. ഡാറ്റ ലീനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഒരു ഇതിൽ നിന്നും വേറൊരു ഇതിലോട്ട് ഡാറ്റ ഫ്ലോ നടക്കുമ്പോൾ അതിന്റെ ഫ്ലോ എങ്ങനെയാണ്, ഇതാണ് ഡാറ്റ ലീനേജ്, ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ. ഈ കാര്യങ്ങളെല്ലാം എന്തിലുണ്ടായിരിക്കും? ഒരു മെറ്റാ ഡാറ്റയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ മെറ്റാ ഡാറ്റയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റ വെയർ ഹൗസിന്റെ ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സബ്ജക്ട് ഓറിയന്റഡ്, ഇന്റഗ്രേറ്റഡ്, ടൈം വാരിയന്റ് ആൻഡ് നോൺ വോളറ്റൈൽ. സോ ഫണ്ടമെന്റൽസ് ഓഫ് ഡാറ്റ വെയർ ഹൗസ് അതിൽ എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ എന്തൊക്കെ ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, അങ്ങനെ പല ട്രീ, ഗ്രാഫ്, ഇതൊക്കെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ ഒരു പ്രോഗ്രാമർ നോക്കുമ്പോൾ ഇതില് എന്തെങ്കിലും മെയിൻ്റനൻസിന് വേണ്ടി നോക്കുമ്പോൾ പ്രോഗ്രാമർ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ എന്തൊക്കെ ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇത് മെറ്റാ ഡാറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ അനലിസ്റ്റുകൾ നോക്കുമ്പോൾ എന്തൊക്കെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആവശ്യമാണ്. പിന്നെ ഡാറ്റ വെയർ ഹൗസിന്റെ സോഴ്സ്, എന്ത് സോഴ്സിൽ നിന്നാണ് ഇൻഫർമേഷൻ എടുത്തിരിക്കുന്നത്. ഡാറ്റ മോഡൽ, ഏത് മോഡലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ടോപ്പ് ഡൗൺ ആണോ ബോട്ടം അപ്പ് ആണോ, ഡാറ്റ ഏത് ETL, അതായത് എക്സ്ട്രാക്ഷൻ ചെയ്തിരിക്കുന്ന എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, ഇത്രയും കാര്യങ്ങൾ എന്തിൽ വേണം, ദിസ് മെറ്റാ ഡാറ്റയിൽ വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഡാറ്റ വെയർ ഹൗസിലോട്ട് ഡാറ്റനെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ നടത്തി. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചില ഫീൽഡുകൾ ഒഴിവാക്കാറുണ്ട് ഈ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ. അപ്പൊ അത്, പിന്നെ ഡാറ്റ മോഡലും ഡാറ്റ വെയർ ഹൗസും തമ്മിലുള്ള കണക്ഷൻ, ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ 1 to 1, മെനി ടു മെനി, അങ്ങനെ കുറെ റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താന്നുള്ളത് ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ മെറ്റാ ഡാറ്റയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് മെറ്റാ ഡാറ്റ. നെക്സ്റ്റ് വരുന്നത് ഡാറ്റ വെയർ ഹൗസിംഗ് ആപ്ലിക്കേഷൻസ്. അത് എവിടെയൊക്കെയാണ് നമ്മൾ ഡാറ്റ വെയർ ഹൗസിംഗ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ കുറെ ഫീൽഡുകൾ ഇപ്പൊ തന്നെ പറഞ്ഞു. ഇൻവെസ്റ്റ്മെന്റില്, ബാങ്കിങ്ങില്, ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ ആകുമ്പോൾ എങ്ങനെയാ അതിന്റെ യൂസ് വരിക? പല റിപ്പോർട്ട്സ് കിട്ടണമെങ്കിൽ, പെട്ടെന്ന് റിപ്പോർട്ട്സ് കിട്ടണമെങ്കിൽ ഹെൽത്ത് കെയർ. റീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോപ്സുകളിൽ കസ്റ്റമേഴ്സ് വാങ്ങാൻ വരുമ്പോൾ ഡാറ്റ വെയർ ഹൗസിംഗ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കുറെ പ്രൊമോഷണൽ ഡീൽസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മാർക്കറ്റിന്റെ ട്രെൻഡ് അറിയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ നമ്മുടെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സ്, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള വെബ്സൈറ്റ്സ്, അവരെന്ത് ചെയ്യുന്നുണ്ട്, ലാർജ് വോളിയം ഓഫ് ഡാറ്റ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് ഈ ഡാറ്റ വെയർ ഹൗസിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ബാങ്കിങ് ഉണ്ട്, ഗവൺമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, എയർലൈൻ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. എയർലൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൽ ഇന്ന ക്രൂ, ക്യാബിൻ ക്രൂ ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ അസൈൻമെന്റ്സ് ഒരു ദിവസം ഉണ്ട്. ദെൻ റോഡിന്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ്, ഫ്ലൈറ്റിൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന പ്രോഗ്രാമുകളും പ്രൊമോഷൻസ് ഒക്കെ എന്താണ്. അങ്ങനെ ബാങ്കിങ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, ഓഫറുകൾ. ഇപ്പൊ നമുക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഇന്ന ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് പല കോൾസ്. സോ അതൊക്കെയാണ് ഇത്രയും ഫീൽഡിൽ, അതായത് ബാങ്കിങ്, ഇൻവെസ്റ്റ്മെന്റ്, ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ, ഗവൺമെന്റ്, എയർലൈൻസ്, എക്സെട്ര, ഇത്രയും ഫീൽഡുകളിൽ നമ്മൾ ഡാറ്റ വെയർ ഹൗസിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത കാര്യമാണ് ഈ ഡാറ്റ വെയർ ഹൗസ് എത്ര തരത്തിൽ വരുന്നുണ്ട്.
മെയിൻ ആയിട്ട് നമുക്ക് ഡാറ്റ വെയർഹൗസ് 3 തരത്തിലാണ് വരുന്നത്. വൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എന്റർപ്രൈസ് ഡാറ്റ വെയർഹൗസ്. ഷോർട്ട് ആയിട്ട് നമ്മൾ EDW എന്ന് വിളിക്കും. സോ എന്റർപ്രൈസ് ഡാറ്റ വെയർഹൗസ് ഉണ്ട്, ഓപ്പറേഷണൽ ഡാറ്റ വെയർഹൗസ് ഉണ്ട്, ODW ആണ് ഓപ്പറേഷണൽ ഡാറ്റ വെയർഹൗസ്. തേർഡ് ടൈപ്പ് ആണ് നമ്മുടെ ഡാറ്റ മാർട്ട്. അപ്പൊ ഇത് 3 എന്താണെന്ന് അറിയണം. എന്റർപ്രൈസ് ഡാറ്റ വെയർഹൗസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെൻട്രൽ റിപ്പോസിറ്ററി ഡാറ്റാബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് സെൻട്രൽ റിപ്പോസിറ്ററി എന്ന് പറയുമ്പോൾ സെൻട്രൽ സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് നമ്മൾ ഈ എന്റർപ്രൈസ് ആക്ട് ചെയ്യുന്നത്. അതുവഴി എന്റർപ്രൈസുകാർക്ക് ത്രൂ ഔട്ട് ദ എന്റർപ്രൈസ് നമുക്ക് ഡെസിഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അതായത് തീരുമാനങ്ങൾ എടുക്കാൻ ഒരു സെൻട്രൽ ഹബ്ബ്, ഇപ്പൊ നമ്മൾ സെൻട്രൽ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റോറേജ് ഏരിയ എന്ന് പറയും. അതാണ് എന്റർപ്രൈസ് ഡാറ്റ വെയർഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ പല സോഴ്സിൽ നിന്നും ആപ്ലിക്കേഷൻസിൽ നിന്നുള്ള ബിസിനസ് ഇൻഫർമേഷൻ എല്ലാം ഇതിലായിരിക്കും ഉണ്ടായിരിക്കുക. ഒരിക്കൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഓർഗനൈസേഷനിലുള്ള എല്ലാവർക്കും അത് യൂസ് ചെയ്യാം. അതാണ് എന്റർപ്രൈസ് ഡാറ്റ വെയർഹൗസ്. ഇനി ഓപ്പറേഷണൽ ഡാറ്റ വെയർഹൗസ്. ഓപ്പറേഷണൽ ഡാറ്റ വെയർഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ഇടയ്ക്കിടയ്ക്ക് മറ്റേതെന്ന് പറയുമ്പോൾ എന്റർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനലിസ്റ്റുകൾക്ക് യൂസ് ചെയ്യാം. എല്ലാ ഓർഗനൈസേഷനിലും ആരൊക്കെയുള്ള അവർക്കൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഓപ്പറേഷണൽ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് അതിന്റെ റിഫ്രഷ്മെന്റ് നടക്കുന്നുണ്ടായിരിക്കും. സോ നമുക്ക് റൂട്ടീൻ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്ക് നമ്മൾക്ക് അത് യൂസ് ചെയ്യാം. മെയിൻ ആയിട്ട് ഡെയിലി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ വെയർഹൗസ് ആണ് ഓപ്പറേഷണൽ ഡാറ്റ വെയർഹൗസ്. അതായത് ഫോർ എക്സാമ്പിൾ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗിലൊക്കെ ഓപ്പറേഷണൽ ഡാറ്റ വെയർഹൗസ് ആണ് യൂസ് ചെയ്യുക. ഇനി ഇതിലുള്ള ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സ്ക്രബ് ചെയ്യാം. ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് അപ്ഡേഷൻസ് കുറച്ചുകൂടെ കൂടുതലാണ് ഓപ്പറേഷണൽ ഡാറ്റ വെയർഹൗസിൽ. ഡാറ്റ മാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഡാറ്റ മാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡാറ്റ വെയർഹൗസ് വലുതായിട്ട് ഉണ്ടാക്കി ഇതിന്റെ ഓരോരോ സബ്സെറ്റുകൾ, അതായത് ഇതിൽ നിന്നും ഒരു ടോപ്പിക് എടുത്തിട്ട് ഒരു ഡാറ്റ മാർട്ട് ഉണ്ടാക്കി, അടുത്ത ടോപ്പിക്കിൽ ബേസ് ചെയ്തിട്ട് അടുത്ത ഡാറ്റ മാർട്ട്, അടുത്ത ടോപ്പിക്, അങ്ങനെ. സോ സബ്സെറ്റ് ഓഫ് ഡാറ്റ വെയർഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം ഡാറ്റ മാർട്ടിന്. ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്പെസിഫിക് റീജിയനിൽ എങ്ങനെയാണ് ഡാറ്റ പോകുന്നത്, ഒരു സ്പെസിഫിക് പ്രോഡക്റ്റിന് എങ്ങനെയാണ് ഡാറ്റ പോയിക്കൊണ്ടിരിക്കുക, അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഈ ഡാറ്റ മാർട്സിൽ അവൈലബിൾ ആയിരിക്കും. മെയിൻ ആയിട്ട് ഇപ്പൊ നമുക്ക് ഡാറ്റ മാർട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഫങ്ഷണൽ ഏരിയനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ. പിന്നെ ഇതിലൊന്നുകൂടെ റെസ്പോൺസ് ടൈം കുറവ് മതി, കാരണം പെട്ടെന്ന് നമുക്ക് ഡാറ്റന് കിട്ടും. പിന്നെ ഡാറ്റയുടെ വോളിയവും കുറവായിരിക്കും ഡാറ്റ മാർട്ടിൽ, കാരണം സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. സോ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സോ ഒന്നുകൂടി മോർ കംഫർട്ടബിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഡാറ്റ മാർട്ടിനെ വിളിക്കാം. ഓക്കെ. സോ 3 ടൈപ്സ് അതാണ്: എന്റർപ്രൈസ് ഡാറ്റ വെയർഹൗസ്, ഓപ്പറേഷണൽ ഡാറ്റ വെയർഹൗസ്, ദെൻ ഡാറ്റ മാർട്സ്. നെക്സ്റ്റ് ഈസ് പോപ്പുലർ ഡാറ്റ വെയർഹൗസ് പ്ലാറ്റ്ഫോംസ്. എവിടെയൊക്കെയാണ് നമ്മൾ ഡാറ്റ വെയർഹൗസ്, ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പോൾ ടുഡേ യൂസ് ചെയ്ത് വരുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ വെയർഹൗസ് പ്ലാറ്റ്ഫോം ആണ് ഗൂഗിൾ ബിഗ് ക്വറി. അത് വളരെയധികം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡാറ്റ വെയർഹൗസിംഗ് ടൂൾ ആണ് ഗൂഗിൾ ബിഗ് ക്വറി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് കുറെ മെഷീൻ ലേണിംഗ് കേപ്പബിലിറ്റീസ് ഉണ്ട്. അതായത് നമ്മൾ യൂസർ അത് കൂടുതലായിട്ട് ക്വറി ഒന്നും കൊടുക്കണം, അതിൽ തന്നെ ഓൾറെഡി കുറെ ഉണ്ട്. അതിന്റെ കൂടെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടന്നു പോകാൻ പറ്റും ഗൂഗിൾ ബിഗ് ക്വറി. അതായത് ഇപ്പോ ക്ലൗഡ് മെഷീൻ ലേണിംഗ്, ടെൻസർ ഫ്ലോ, ഇതൊക്കെ AI മോഡൽസ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് പുതിയ AI മോഡൽസ്, പവർഫുൾ ആയിട്ടുള്ള AI മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഗൂഗിൾ ബിഗ് ക്വറിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ പെറ്റാബൈറ്റ്സ് ഓഫ് ഡാറ്റയിലാണ് ക്വറീസ് എക്സിക്യൂട്ട് ചെയ്യുക. പെറ്റാബൈറ്റ്സ് എന്ന് പറയുമ്പോൾ ലാർജ് വോളിയം ഓഫ് ഡാറ്റയാണ് നമുക്ക് അത് തരുന്നത്. സ്കെയിലബിൾ ആണ്. സ്കെയിലബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആ ടേം, വോളിയത്തിന്റെ ഡാറ്റയ്ക്ക് അനുസരിച്ച് അതിന്റെ സ്കെയിൽ, അതിനനുസരിച്ചിട്ട് അവർക്ക് റിസോഴ്സസിനനുസരിച്ചിട്ട് സ്കെയിൽ അപ്പും സ്കെയിൽ ഡൗണും ചെയ്യാം. അതായത് ഇലാസ്റ്റിസിറ്റി എന്റെ ഒരു ടേം ആണ് അത്. സെർവർലെസ് ആണ്. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ സെർവറിന്റെ ആവശ്യം, അതായത് നമുക്ക് സ്റ്റോറേജ് ഏരിയ അധികം പോകുന്നില്ല. സെർവർലെസ് ക്ലൗഡ് ഡാറ്റ വെയർഹൗസ് ആണത്. ക്ലൗഡിലാണ് അതിന്റെ സ്റ്റോറേജ് വരുന്നത്. സോ കമ്പനീസിന് അധികം കോസ്റ്റ് വരുന്നില്ല, കാരണം സ്റ്റോറേജ് ഇഷ്യൂസ് ഒക്കെ ക്ലൗഡിലായതുകൊണ്ട് നമുക്കത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഗൂഗിൾ ബിഗ് ക്വറി. സ്കെയിലബിൾ ആണ്. നൗ അടുത്ത പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് AWS Redshift. AWS എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആമസോൺ വെബ് സർവീസ്. സോ അതും ഒരു ക്ലൗഡ് ബേസ്ഡ് ഡാറ്റ വെയർഹൗസിംഗ് ടൂൾ ആണ്. എന്റർപ്രൈസസ് ഒക്കെയാണ് അതിനെ യൂസ് ചെയ്യുന്നത്.
ഇതും ക്വൈറ്റ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പെറ്റാബൈറ്റ്സ് ഓഫ് ഡാറ്റയാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് ഡാറ്റ അനലിറ്റിക്സ് ഇത് വളരെയധികം ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും വളരെ സ്കെയിലിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടോമേഷൻ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് പറയാം. നമ്മളെ വർക്ക് ലോഡിനനുസരിച്ചിട്ട് ഇതെന്ത് ചെയ്യും, ഓട്ടോമേറ്റ് ചെയ്ത് നമുക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഫുൾ ടൈം ഈ ഒരു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഇതിന് വേണ്ടി സമയം ചെലവഴിക്കണം എന്നില്ല. കുറെയൊക്കെ വർക്ക് അത് തന്നെ ഇൻബിൽഡ് ആയിട്ട് ചെയ്യും. പക്ഷെ എന്നാലോ ഒരു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ വേണം താനും അങ്ങനെ. പിന്നെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് സ്റ്റോറേജിൽ. കാരണം ഫ്രീക്വന്റ് ആയിട്ട് ഡിലീഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഇഷ്യൂസ്, സ്റ്റോറേജ് ഇഷ്യൂസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ ഡ്രോബാക്ക് ആണ് ഇതിനുള്ളത്. പക്ഷെ നേരെ മറിച്ച് ഗൂഗിൾ ബിഗ്ക്വറിക്ക് സ്റ്റോറേജ് ഇഷ്യൂസ് ഒന്നും ഇല്ല, കോസ്റ്റ് എഫക്റ്റീവ് ആണ് അതും. സോ AWS Redshift എന്ന് പറയുമ്പോൾ അതൊരു ക്ലൗഡ് ബേസ്ഡ് ഡാറ്റ വെയർ ഹൗസിംഗ് ടൂൾ ആണ്. ഫാസ്റ്റ് ആണ്, ഓട്ടോമേഷൻ പെട്ടെന്ന് ചെയ്യുന്നതാണ്. നമ്മൾ വർക്ക് ലോഡിനനുസരിച്ചിട്ട് അവരതൊക്കെ ചെയ്യും. ഡാറ്റ അഡ്മിനിസ്ട്രേറ്റർ ഫുൾ ടൈം വേണമെന്നില്ല, പക്ഷെ കുറച്ചൊരു സ്റ്റോറേജ് ഇഷ്യൂസ് അതിനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സ്നോഫ്ലേക്ക്. സ്നോഫ്ലേക്കും ടുഡേ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. അതും ക്ലൗഡ് ബേസ്ഡ് ടെക്നോളജിയാണ്. അത് പബ്ലിക് ക്ലൗഡ് ടെക്നോളജിയാണ്. അപ്പൊ ഈ ക്ലൗഡ് തന്നെ പലതരത്തിലുണ്ട്. പ്രൈവറ്റ് ഉണ്ട്, പബ്ലിക് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. സോ പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ മാത്രമാണ് ആ ക്ലൗഡ് യൂസ് ചെയ്യുള്ളൂ, ആ സ്ഥലത്ത് പോയി യൂസ് ചെയ്യുള്ളൂ. പബ്ലിക് എന്ന് പറയുമ്പോൾ എന്താ, പലവരും ഇറ്റ് ഈസ് ആക്സസിങ് ആസ് എ പബ്ലിക്. സോ പല യൂസേഴ്സിനും അത്, പല ഓർഗനൈസേഷനും എന്റർപ്രൈസിനും അത് യൂസ് ചെയ്യാം. സോ സ്നോഫ്ലേക്ക് എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് ക്ലൗഡ് ടെക്നോളജിയാണ്. സോ നമുക്ക് സ്നോഫ്ലേക്ക് യൂസ് ചെയ്തിട്ട് എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ് ഒന്നും കൂടെ ഡാറ്റ ഓറിയന്റഡ് ആക്കാം, ഡാറ്റ ഡ്രിവൺ ആക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ മോർ ഡാറ്റ അവൈലബിൾ ആയിരിക്കും. പിന്നെ സോഴ്സസ് തന്നെ കൂടുതൽ സ്ട്രക്ചേർഡ് സോഴ്സ് ഉണ്ടായിരിക്കാം, അൺസ്ട്രക്ചേർഡ് ഉണ്ടായിരിക്കാം, പല സോഴ്സ് കൂടുതലായിരിക്കാം പബ്ലിക് ആയതുകൊണ്ട്. സോ നമുക്ക് ഡാറ്റ കൂടുതൽ അനലൈസ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ബിസിനസ് വിൽ ബി മോർ ഡാറ്റ ഡ്രിവൺ. പക്ഷെ എന്നിരുന്നാലും അത് ആമസോൺ വെബ് സർവീസിനെയും ഗൂഗിൾ ക്ലൗഡ് സർവീസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അഷ്യൂറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്നോഫ്ലേക്ക് പോകുന്നത്. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഇസ് മൈക്രോസോഫ്റ്റ് അഷ്യൂർ സിനാപ്സ്. അതിനൊരു മുന്നേ വിളിച്ചിരുന്ന പേരാണ് അഷ്യൂർ SQL ഡാറ്റ വെയർഹൗസ്. അഷ്യൂർ SQL ഡാറ്റ വെയർഹൗസിന്റെ പുതിയ പേരാണ് മൈക്രോസോഫ്റ്റ് അഷ്യൂർ സിനാപ്സ്. അതൊരു റോബസ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ ഡാറ്റ മാനേജ്മെന്റ് അനലിറ്റിക്സ് ഇന്റഗ്രേഷൻ. അപ്പോൾ ഡാറ്റ മാനേജ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഇന്റഗ്രേറ്റ് ചെയ്യാനൊക്കെ വളരെയധികം എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ, റിലയബിൾ ആയിട്ട് റോബസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഇത്. ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് സെർവർ ഇല്ലാതെ തന്നെ ഡാറ്റനെ കൊറി ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടൂൾസുകൾ യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസ്, അഷ്യൂർ ഡാറ്റാബേസ് വഴി നമുക്ക് ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനും കുറച്ച് ടൂൾസുകളൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവർ തന്നെ ഇൻബിൽട്ട് ആയിട്ട് കുറെ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ഡാറ്റനെ കൊറി ചെയ്തെടുക്കും. ഓക്കെ, സോ ദീസ് ആർ ദ 4 ടൈപ്സ് ഓഫ് ഡാറ്റ വെയർഹൗസ് പ്ലാറ്റ്ഫോംസ്. അതായത് ഫസ്റ്റ് വൺ നമ്മുടെ ഗൂഗിൾ ബിഗ്ക്വറി, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ദെൻ സ്റ്റോറേജ് ഇഷ്യൂസ് ഒന്നും ഇല്ല. രണ്ടാമത്തെ ടൈപ്പ് AWS Redshift. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റോറേജ് ഇഷ്യൂസ് ഉണ്ട് ഫ്രീക്വന്റ് ഡിലീഷൻ നടക്കുമ്പോൾ. ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം എഫക്റ്റീവ് തന്നെയാണ്, ഫാസ്റ്റ് ആണ്. ദെൻ തേർഡ് ടൈപ്പ് സ്നോഫ്ലേക്ക്. അതൊരു പബ്ലിക് ക്ലൗഡ് ടെക്നോളജിയാണ്. ഇമ്പോർട്ടന്റ് ആണ് ആ ടേം. പബ്ലിക് ക്ലൗഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് കൂടുതൽ ഡാറ്റ ഡ്രിവൺ ആയിരിക്കും. പക്ഷെ അതിന് ഡിപ്പെൻഡന്റ് ആണ് എന്തില്, AWSനെയും ഗൂഗിൾ ക്ലൗഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് പോകുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് മൈക്രോസോഫ്റ്റ് അഷ്യൂർ സിനാപ്സ്. ഇതെന്ന് പറയുന്നതും ഡാറ്റ മാനേജ്മെന്റിനും അനലൈസിനും ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഡാറ്റ വെയർ ഹൗസിൽ നിങ്ങൾക്ക് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ജൂൺ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഡാറ്റ വെയർ ഹൗസ്, ഡിഫൈൻ എ ഡാറ്റ വെയർ ഹൗസ് ആൻഡ് ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ 3 ടൈപ്സ് ഓഫ് ഡാറ്റ വെയർ ഹൗസ്. അപ്പൊ ഡാറ്റ വെയർ ഹൗസ് എന്താന്ന് എഴുതാം. 3 ടൈപ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റർപ്രൈസ് ഡാറ്റ വെയർ ഹൗസ്, ഓപ്പറേഷണൽ ഡാറ്റ വെയർ ഹൗസ്, ഡാറ്റ മാർക്ക്. ഇതെല്ലാം എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. സംടൈംസ് 10 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. പിന്നെ ഷോർട്ട് നോട്ട്സ് എഴുതാൻ, OLTP എന്താ, ഡാറ്റ മാർട്ട് എന്താ, ഡാറ്റ ഗ്രാനുലാരിറ്റി, ദെൻ എന്റർപ്രൈസ് ഡാറ്റ വെയർ ഹൗസ്, മെറ്റാ ഡാറ്റ, ഡാറ്റ വെയർ ഹൗസ് ആക്സസ് ടൂൾസ്. ഇതെല്ലാം ഇപ്പൊ നമ്മൾ ഇന്ന് കവർ ചെയ്ത ഒരുവിധം എല്ലാ ടോപ്പിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ്. 2022ലും 2023ലും ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. സോ ഓരോ സ്ലൈഡ് കഴിയുമ്പോഴും നിങ്ങൾ
ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ അത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.